ഒരിക്കല് ഒരു ഒട്ടകവും ഒരു കുഞ്ഞും വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ കുഞ്ഞ് അമ്മ ഒട്ടകത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അമ്മ, എന്തുകൊണ്ടാണ് നമ്മുടെ പുറത്ത് വലിയ മുഴയുണ്ട്, വലിയൊരു ഹമ്പുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ഒട്ടകങ്ങൾക്ക് പുറത്ത് ഇതുപോലെ വലിയൊരു മുഴയുള്ളത്? ഉടനെ തന്നെ അമ്മ അവനോട് മറുപടി പറഞ്ഞു, മറ്റൊന്നുമല്ല മകനെ, നമ്മള് മരുഭൂമിയിലെ മൃഗങ്ങളല്ലേ, ആയതിനാൽ തന്നെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനും ഭക്ഷണം സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ വലിയ മുഴകളൊക്കെ ദൈവം നൽകിയിരിക്കുന്നത്. ഉടനെ തന്നെ അവൻ തന്റെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അമ്മേ, നമുക്ക് നമ്മുടെ കാലുകളുണ്ടല്ലോ, നമ്മുടെ കാലുകൾ ഒത്തിരി നീളമുള്ളതാ, ഒപ്പം തന്നെ റൗണ്ട് ഷേപ്പിലുള്ളതാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നീളമുള്ള കാലുകളുള്ളത്? ഉടനെ അമ്മ പറഞ്ഞു, നമ്മൾ സഞ്ചരിക്കുന്നത് ചുട്ടുപഴുത്ത മണലിലൂടെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മരുഭൂമിയിലെ മൃഗങ്ങളല്ലേ, ആയതിനാൽ തന്നെ നമ്മുടെ കാലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല നീളമുള്ളതും റൗണ്ട് ഷേപ്പിലുള്ള കാലുകൾ നൽകിയിരിക്കുന്നത്. ഉടനെ അവൻ തന്റെ മൂന്നാമത്തെ ചോദ്യം എടുത്തിട്ടു. അവന്റെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, എല്ലാമേ, നമ്മുടെ കൺപീലികള് നല്ല തിക്കാണ്, കട്ടിയുള്ളതാണ്, ഒപ്പം തന്നെ നല്ല നീളമുള്ളതാണ്. ചിലപ്പോഴും എനിക്ക് എന്റെ കാഴ്ചയ്ക്കൊക്കെ ചെറിയൊരു തടസ്സം പോലെയൊക്കെ ചിലപ്പോൾ കൺപീലി ഒരു തടസ്സം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തിനാണ് നമുക്ക് ഇത്രയും നീളമുള്ള കൺപീലികൾ? ഉടനെ അമ്മ പറഞ്ഞു, നിനക്കറിഞ്ഞുകൂടെ, മനുഷ്യർ നമ്മളെ വിളിക്കുന്നത് മരുഭൂമിയിലെ കപ്പലെന്നൊക്കെയാ. കാരണം മരുഭൂമിയെ ഇവിടുത്തെ പൊടിക്കാറ്റിനെയും മണൽക്കാറ്റിനെയും ചൂടിനെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരേ ഒരു മൃഗം നമ്മളാണ്. ആയതിനാൽ തന്നെ നമ്മെ മരുഭൂമിയിലെ കപ്പലെന്നവർ വിളിക്കുന്നു. ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ നല്ല പൊടിക്കാറ്റ് കടിക്കും, മണൽക്കാറ്റടിക്കും. അപ്പൊ നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് ഈ പറയുന്ന നമ്മുടെ കൺപീലികൾ. ഈ ഉത്തരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മകൻ ഈ ഉത്തരങ്ങളൊക്കെ ആവർത്തിച്ച് അമ്മയോട് പറഞ്ഞു, ശരിയാണ്, അമ്മ പറഞ്ഞത് വളരെ കൃത്യമാണ്, വെള്ളവും ഭക്ഷണവും സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് ഹമ്പുള്ളത്, ഒപ്പം തന്നെ നീളമുള്ള കാലുകൾ നമ്മുടെ കാലുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, ഒപ്പം തന്നെ നമ്മുടെ കൺപീലികൾക്ക് നീളമുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പക്ഷേ ഈ സൂല് നമ്മളായിരിക്കുന്ന ഈ മൃഗശാലയിൽ ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എന്തിനാണ് നമുക്കിപ്പോ ഈ മൃഗശാലയിൽ ഇതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? ഉടനെ അമ്മ ഒട്ടകം ഒന്ന് ആലോചിച്ചു. മകന് കൃത്യമായൊരു മറുപടി കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഒരുപാട് സ്കിൽസ് ഉള്ളവരായിരിക്കാം, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, വ്യത്യസ്തങ്ങളായ കഴിവുള്ളവരായിരിക്കാം. പക്ഷെ ഈ കഴിവുകൾ, നമ്മുടെ അറിവ്, എക്സ്പീരിയൻസ് ഇതൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആയിരിക്കേണ്ട ഇടങ്ങളിലായിരിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം, വ്യത്യസ്തമായ കഴിവുകളുണ്ട്, സ്കിൽസ് ഉണ്ട്, പക്ഷെ അത് പ്രയോജനപ്പെടുത്താനായിട്ട് അതിന് പറ്റിയ ഇടങ്ങളിലല്ല നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, ഇത് കേൾക്കുന്ന മാതാപിതാക്കളുണ്ടാകാം, മാതാക്കൾക്ക് പ്രത്യേകിച്ച് എന്നോട് ഒന്നും തോന്നരുതേ. പലപ്പോഴൊക്കെ നമ്മുടെ വിദ്യാർത്ഥികള് ചില കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയം വരും. 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ +2 ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പേരൻസ് നിർബന്ധ ബുദ്ധിയാൽ തന്റെ മക്കളെ, നമ്മുടെ മക്കളെയൊക്കെ ചിലപ്പോൾ നിർബന്ധിച്ച് ചില കോഴ്സുകൾക്ക് നിർബന്ധിക്കും. നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് ചില ധാരണകൾ, അല്ലെങ്കിൽ മുൻകൂട്ടി അവൻ ആരാകണമെന്ന് നമ്മൾ മനസ്സിൽ കരുതും. അവൻ ആരാണെന്ന് അറിയുക, അവൻ പോകേണ്ട വഴിയിലൂടെ ആയിരിക്കണം അവനെ നയിക്കേണ്ടത്. ഒരുപക്ഷെ അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആകേണ്ടവനാണെങ്കിൽ അവൻ ആർട്ടിസ്റ്റ് ആകണം, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആകേണ്ടവനാണെങ്കിൽ അവൻ ഫുട്ബോൾ പ്ലെയർ ആകണം, ഡോക്ടർ ആകേണ്ടവൻ ഡോക്ടറും എഞ്ചിനീയർ ആകേണ്ട എഞ്ചിനീയറും. അവന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഫുൾ A+ കിട്ടിയ നീ ബയോസയൻസ് എടുത്ത് പഠിക്കണം, അതെ, നീ മെഡിസിന് പോകണം. എന്റെ ഇഷ്ടങ്ങൾ ഒരിക്കലും എന്റെ മക്കളുടെ മേല് അടിച്ചേൽപ്പിക്കരുത്. ആയതിനാൽ തന്നെ നമ്മൾ ആരാണെന്ന് അറിയുക, വളർത്തുന്നവനെ അറിയണം, വളരുന്നവനും അറിയണം. കാരണം വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലൈഫിൽ എന്താകണമെന്ന് ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. കളിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊട്ടെ, ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നിങ്ങളോട് ബോൾ ഇട്ടതൊന്ന് കളിച്ചോളാൻ പറഞ്ഞു, പക്ഷെ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ ആ കളി കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതെ, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കുക. നമ്മുടെ ഒളിമ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, ഒരുപാട് പേര് മാറ്റുരയ്ക്കുന്ന, ലോകരാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന വലിയൊരു കായിക മാമാങ്കം ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ ലോകം കണ്ട ഫാസ്റ്റസ്റ്റ് റണ്ണർ, സ്പ്രിന്റർ ഉസൈൻ ബോൾട്ട്, ജമൈക്കക്കാരൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് ഒരു ഡോക്ടറാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വക്കീലാക്കാനായിട്ട് പറഞ്ഞയച്ചിരുന്നെങ്കിൽ നമ്മൾ ലോകം കണ്ട ആ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ ആരാകണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഒപ്പം തന്നെ വളർത്തുന്നവർക്കും ധാരണ ഉണ്ടാകണം. നമ്മുടെ കഴിവിനനുസരിച്ച്, അഭിരുചികൾക്കനുസരിച്ച് ആയിരിക്കേണ്ട സ്ഥലങ്ങൾ ആയിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.